എന്താ കേറി വാ. എന്താ ഇങ്ങോട്ടൊക്കെ ഒരു വരവ്? ഇതൊന്നും സബ്സ്ക്രൈബിന്റെ വീട്ടിൽ രസം പാടിയിട്ട് വയറിക്കിന്റെ നേരത്തെ ഒന്നും ആ വീട്ടിലേക്ക് ഒന്നും വരാനൊന്നും വഴിയൊന്നും അറിയില്ലേ. അച്ഛൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും എങ്ങനെ വരിക, ഏത് നേരം ഞങ്ങൾക്ക് ഒഴിവില്ലല്ലോ കുട്ടികള് ഇതെന്താ ഈ ലുങ്കിമുണ്ടൊക്കെ ഇട്ടിട്ട് അവിടെ പണിയുണ്ട്. അപ്പൊ കണ്ണിമുണ്ട കൊടുത്ത് വന്നാണ്. അപ്പൊ എന്തായാലും ഏടത്തിനൊന്ന് കാണാൻ അച്ഛനും അമ്മയും പറഞ്ഞു ഏടത്തിനൊന്ന് കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ ഏടത്തി രാവിലെ പഠിക്കും, മക്കള് സ്കൂളിലേക്ക്. എങ്ങനെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി, ആകെ വരാനുള്ള നീയാണ്, നീയൊന്നും വരൂല്ല. അച്ഛൻ ആണല്ലേ? എന്നിട്ട് എന്തോന്ന് പറയാന്? അതിനേരത്തേക്ക് ഇപ്പൊ ലീവാക്കി വരണ്ടേ, പോട്ടെ കാര്യങ്ങള്. എന്നാലും പോവാണ്. ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി തന്നെയാണ്. അത് ശരി, സാധനം വാങ്ങണം പോകണം. ഞാനൊരു അബദ്ധത്തെ കുടുങ്ങി. അതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണല്ലോ. അബദ്ധമാണ്. അത് ടൗണിൽ ഇങ്ങനെ പോയ സമയത്ത് 100 രൂപയ്ക്ക് 2 ചുരിദാർ, 100 രൂപയ്ക്ക് 2 ചുരിദാർ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചാൽ ചുരിദാർ വാങ്ങിയോ? ചുരിദാർ വാങ്ങിയല്ലോ. അപ്പൊ ഇപ്പുറത്ത് നോക്കുമ്പോണ്ട് 50 രൂപയ്ക്ക് 3 ഷർട്ടിന്നാണ് വിളിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു 50 രൂപയ്ക്ക് 3 ഷർട്ട് നല്ല ലാഭം. പക്ഷെ നല്ല ഇതുണ്ട്. ഞാൻ ചോപ്പും ഒരു കറുപ്പും വെള്ളയൊക്കെ അങ്ങനെ വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അത് പുതിയ ഷർട്ട് അല്ലേ ചെന്നിട്ട് വെള്ളം മുണ്ടൊക്കെ അവിടെ എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളം മുണ്ട കൊടുക്കുമ്പോ എന്നോട് പെണ്ണുങ്ങള് ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഇന്നും അത് തന്നെയാണോ ഇട്ടത്? ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടിട്ടില്ലല്ലോ, ഞാൻ പോണല്ലോ. അത് തന്നെയാണല്ലോ ഇട്ടത്, വെള്ളം മുണ്ടായതുകൊണ്ട്. നോക്കുമ്പോ എന്താ സംഭവിച്ചിട്ട് അതേ കളറ്, അതേ അടയാളം, കളറ് കളിക്കിട്ട് മൂന്നെണ്ണം വാങ്ങി. അതിന് നന്നാകുമല്ലോ, ബ്ലൈൻഡ് കുപ്പിക്ക് വാങ്ങുന്നല്ലേ. പിറ്റേ ദിവസം ഞാൻ ഒരു കപ്പ് കളർ അതിട്ട് പിന്നെ 2-3 ദിവസം ഇട്ടപ്പോ കളപ്പ് വന്നു. അതിട്ടൊരു കറുപ്പൂന്നല്ലേ അങ്ങനത്തെ സൈസ് സെറ്റ്. പിന്നെ ഞാൻ എന്ത് പണിയത്, ഒന്ന് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. അത് നല്ല ടൈറ്റ് ഒക്കെ ഉള്ള സൈസ്. അപ്പൊ എനിക്കൊരു പരിപാടി ഇല്ലേ, അപ്പൊ ഒരു സ്ഥലത്ത് പോകാൻ. അപ്പൊ ഞാൻ എന്ത് പണി വെച്ചാൽ ഇതൊക്കെ ഇട്ട് വെള്ളം മുണ്ടൊക്കെ എടുത്ത് വെള്ളം ഷർട്ടൊക്കെ ഇട്ട് ഇഷ്ടമായി. അയ്യായിരത്തേക്ക് അറിയാലോ ഇഷ്ടമായിട്ടാണ്. അപ്പൊ ഞാൻ നടത്തിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. കൊറേ സ്കൂൾ കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ട്, ടീച്ചർമാരും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ വെറുതെ കുറച്ച് ഇത് ഒരു ഇത് കാലിന്റെ മുകളിൽ തണുപ്പ് മാരി ഇങ്ങനെ കിടക്കുക. ആളെ ഇടയില് നാണം വല്ലപ്പോഴും കണ്ട് ഞാൻ ഇങ്ങനെ മുണ്ട് താത്തിയതല്ലേ, എനിക്കിങ്ങനെ വയർക്കുക മോശമല്ലേ. ഞാനിങ്ങനെയൊക്കെ നോക്കി നല്ലതിന് ചെരുപ്പൊക്കെ കഴിച്ചു. ഒരു കാലം നല്ലതിനെ കഴിച്ചു ചെരുപ്പ്, മറ്റേ കാല് കുടിക്കണം. അപ്പൊ അതും നല്ലതിനൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കി ചെറുപ്പച്ച അതും തന്നെ കഴിച്ചു. പിന്നെ ഇവിടെ ബാക്കിലൊക്കെ ആള് നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങിയാൽ ഇതിവിടെ കിടക്കുന്നുണ്ട് ദൂരിയതാണ്. ഒരു ഐഡിയ വേണം. പണ്ടേ ഞാൻ ഐഡിയ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ പണിയുന്നത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഏത് ഹക്കാട്ട ബസ് സ്റ്റോപ്പില് സെഡി കഴിച്ചിട്ടിട്ട് ആളെ കാലിലോട് കൂടി നല്ല അത് പറഞ്ഞു അത് കഴിച്ചില്ലേ. അത് നന്നായില്ല മോനെ, ഇങ്ങനത്തെ വല്ല അബദ്ധത്തിലും പോയി വീഴാതെ ശ്രദ്ധിച്ചു. കണ്ടിട്ട് ഒഴിവാക്കാൻ തോന്നുന്നു, എടുത്തോണ്ട് വരാൻ പറ്റും. അപ്പൊ ആകെ അതൊക്കെ തന്നെ അബദ്ധം, ചെറിയ അബദ്ധങ്ങളാ കുടുങ്ങ. അല്ല അത് എന്നും ഉള്ളത് തന്നെയാണ്, ഇനിയെങ്കിലും ഇതിലൊന്നും പെടാതിരിക്കും. ശരി എടുത്തേ. മക്കളൊക്കെ അവിടെ പോയി? എല്ലാരും ഉണ്ട് ഇവിടെ. ശരി ശരി. മക്കളെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് ഞങ്ങള് വരുന്നുണ്ട്. ശരിയാ.